അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ഞാൻ നെന്മാറ അളവിശ്ശേരി ഇടവകയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ ജനുവരി ഇവിടെ എപ്പോഴും വരാറുണ്ട്. എനിക്ക് വീട്ടിലെ ഡിസംബർ മാസത്തിൽ ഞാനും മക്കളായിട്ട് കുറച്ച് വിഷമമുണ്ടായി. അപ്പോൾ അച്ഛൻ്റെ ഇവിടുത്തെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഇടയ്ക്ക് വന്നു. ഇവിടെ ഒന്ന് തീരുമാനം എടുക്കാൻ, എനിക്ക് പുറത്ത് പോയാലോ എന്നൊക്കെ ചിന്തിച്ച് ഇവിടെ വന്നപ്പോൾ നന്നായി കുമ്പസാരിച്ചു. അച്ഛൻ തലയ്ക്ക് വെച്ചൊക്കെ പ്രാർത്ഥിച്ചു. പോയപ്പോൾ എൻ്റെ ആ തീരുമാനങ്ങളൊക്കെ പോയി. പിന്നെ തീരുമാനം പോയി, സന്തോഷമായി, അത് വിട്ടു. അത് കഴിഞ്ഞപ്പോൾ ഫെബ്രുവരി മാസത്തിൽ എനിക്ക് പല്ലുവേദന വന്നു. ആസ്പത്രിയിൽ പോയി ഞാൻ ഡോക്ടറെ കാട്ടി മരുന്ന് കഴിച്ചു. വൈകുന്നേരം രാവിലെയും കഴിച്ചു. എനിക്ക് ലൂസ് മോഷൻ പിടിച്ചു. വല്ലാതെ തളർന്നു പോയി. എണിക്കാൻ വയ്യാത്ത ഒരു ദിവസം 10-15 പ്രാവശ്യം പോയിരുന്നു. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആത്മീയ പോരാട്ടത്തിൻ്റെ പ്രാർത്ഥന ബുക്ക് എപ്പോഴും വായിക്കാറുണ്ട്. അത് വായിക്കാൻ പറ്റാതെ വന്നു. ഇത്തിരി ഒരു പച്ച പിടിച്ചിട്ട് ആയപ്പോൾ ആ പോരാട്ടത്തിൻ്റെ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ എൻ്റെ പല്ലുവേദനകളെല്ലാം മാറി സന്തോഷമായി സമാധാനമായിട്ടിരിക്കുന്നു. ഇത്രയും ചെയ്ത് ദൈവത്തിന് യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ആത്മീയ പോരാട്ടത്തിൻ്റെ പ്രാർത്ഥന നമ്മൾ ചെയ്യുന്നത് നല്ലതാണ്. ഇത് കഴിഞ്ഞ തലമുറയും ഈ തലമുറയും വരാനിരിക്കുന്ന 3 തലമുറയുടെയും വിമോചനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അത് 2 നേരവും നിങ്ങൾ ചെയ്യണമെന്ന്. പ്രാർത്ഥനയെ നമുക്ക് പ്രാർത്ഥിക്കാൻ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ എല്ലാ പ്രാർത്ഥന ബുക്കുണ്ട്. പക്ഷെ ഞാൻ ഓരോ പ്രാർത്ഥനയും ഈ ബുക്ക് എടുക്കാൻ പോകുമ്പോൾ എൻ്റെ കൈ വിറക്കണ പോലെ, എനിക്ക് പിന്നാക്കം വലിക്കുന്ന പോലെ ഒരു അവസ്ഥകളുണ്ടായിരുന്നു. എങ്കിലും ഇത്തിരി സമാധാനമായപ്പോൾ ഞാൻ പോരാട്ടത്തിൻ്റെ പ്രാർത്ഥന ശക്തമായിട്ട് പ്രാർത്ഥിച്ച്. അപ്പോൾ എനിക്ക് പല്ലുവേദന ഇപ്പം മരുന്ന് പിന്നെ കഴിച്ചിട്ടില്ല. ഇപ്പം നല്ലപോലെ പല്ലുവേദന എല്ലാം മാറി. യേശുവിനെ നന്ദി.